$100 കോടി സാമ്പത്തിക സഹായം നൽകാനുള്ള IMF തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യ നശിപ്പിച്ച ഭീകര ശൃംഖല പുനർനിർമ്മിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുകയാണ്. IMF നൽകുന്ന ധനസഹായം നേരിട്ടോ അല്ലാതെയോ പാകിസ്ഥാനിൽ ഭീകര സംഘടനകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നത് ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഭുജ് വ്യോമതാവളത്തിൽ ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്ത വ്യോമസേന സൈനികരെ പ്രശംസിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു രാജ്നാഥ് സിംഗ്. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന് പിന്നാലെ അധിക ബജറ്റ് വിഹിതമായി പ്രതിരോധ മേഖലയ്ക്ക് 50,000 കോടി രൂപ നീക്കിവെക്കാൻ സർക്കാർ തീരുമാനിച്ചതായി റിപ്പോർട്ട്. സേനയ്ക്ക് പുതിയ ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും സ്വന്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കമെന്ന് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നു. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ഇതിന് അംഗീകാരം ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ പ്രതിരോധ മേഖലയ്ക്കായി നീക്കിവെച്ചത് 6.81 ലക്ഷം കോടി രൂപയാണ്. അതിനു മുൻപത്തെ വർഷത്തെ ബജറ്റിൽ ഇത് 6.2 ലക്ഷം കോടിയായിരുന്നു. 9% വർധനവ്. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ. മംഗളൂരുവിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് പോവുകയായിരുന്ന MSV സലാമത്ത് എന്ന ചരക്ക് കപ്പൽ വൻ തിരമാലയിൽ ഇടിച്ചതിനെ തുടർന്ന് മുങ്ങി. മംഗളൂരുവിൽ നിന്ന് ഏകദേശം 60 നോട്ടിക്കൽ മൈൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് അപകടം. കപ്പലിലുണ്ടായിരുന്ന എല്ലാ ജീവനക്കാരെയും തീരസംരക്ഷണ സേന രക്ഷപ്പെടുത്തി. തിങ്കളാഴ്ച മംഗളൂരു തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട കപ്പൽ ഞായറാഴ്ച കട്മത്ത് ദ്വീപിൽ എത്തിച്ചേരുന്ന രീതിയിലായിരുന്നു സഞ്ചാരക്രമം. എന്നാൽ ബുധനാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ 5:30 കപ്പൽ വലിയ തിരമാലയിൽ പെടുകയായിരുന്നു. സിമന്റ്, നിർമ്മാണ സാമഗ്രികൾ, ഭക്ഷണ സാധനങ്ങൾ എന്നിവയാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. കപ്പൽ മുങ്ങാൻ തുടങ്ങിയപ്പോൾ ജീവനക്കാർ ഒരു ചെറിയ ഡിക്കിയിൽ അഭയം തേടുകയുണ്ടായി. സമീപത്തുള്ള വ്യാപാര കപ്പലിലെ ജീവനക്കാർ കുടുങ്ങിക്കിടക്കുന്ന ജീവനക്കാരെ കാണുകയും മംഗളൂരുവിൽ നിലയുറപ്പിച്ച തീരസംരക്ഷണ സേനയെ വിവരം അറിയിക്കുകയും ചെയ്തു. പെട്രോളിംഗ് നടത്തിയിരുന്ന തീരസംരക്ഷണ സേനയുടെ ICGS വിക്രം കപ്പലിലെ സംഘം ഡിങ്കിയിൽ നിന്ന് ജീവനക്കാരെ രക്ഷപ്പെടുത്തി. പ്രഥമ ശുശ്രൂഷ നൽകി ജീവനക്കാരെ സുരക്ഷിതമായി മംഗളൂരു തുറമുഖത്തെത്തിച്ചു. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ. ഇന്ത്യ പാക് സംഘർഷത്തിനിടെ പാകിസ്ഥാന് പിന്തുണയുമായി രംഗത്തെത്തിയ തുർക്കിക്കും അസർബൈജാനുമെതിരെ കേന്ദ്ര സർക്കാർ കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നതായി സൂചന. കേരളത്തിലടക്കമുള്ള വിമാനത്താവളങ്ങളിൽ പ്രവർത്തിക്കുന്ന തുർക്കി കമ്പനിയെ പ്രവർത്തനത്തിൽ നിന്ന് വിലക്കി. ഡൽഹി, മുംബൈ തുടങ്ങി കേരളത്തിലെ കൊച്ചി, കണ്ണൂർ ഉൾപ്പെടെയുള്ള 9 പ്രധാന വിമാനത്താവളങ്ങളിൽ ഗ്രൗണ്ട് ഹാൻഡലിംഗ് നടത്തുന്ന തുർക്കി ആസ്ഥാനമായിട്ടുള്ള സെലൈപി എയർപോർട്ട് സർവീസസിനെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ.